ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് അഥവാ സൂചി ഗോതമ്പ് കൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നുറുക്ക് ഗോതമ്പ് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ നമുക്ക് അത് കുതിർത്താനായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഗോതമ്പിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് എനർജി കിട്ടുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ഈ നുറുക്ക് ഗോതമ്പ് ദഹനശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ രക്തം ശുദ്ധീകരിക്കാനൊക്കെ വളരെ സഹായകമാണ്. അപ്പോൾ നമുക്ക് അംഗൻവാടിയിൽ കിട്ടുന്ന പോലത്തെ നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഗോതമ്പ് എടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നന്നായി കുതിർന്ന് വരും. എന്നിട്ട് അത് വേവിച്ച് വെക്കണം. വേവിക്കാൻ വയ്ക്കുമ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഗോതമ്പ് പയ്യെ മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കാമുള്ളൂ, അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോവും. നമുക്ക് ഒരു സവാളയാണ് ഞാനിവിടെ അരിഞ്ഞിരിക്കുന്നത്. സവാള, തേങ്ങ ചിരണ്ടിയത്, കറിവേപ്പില എന്നിവ എടുത്തിട്ട് ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിരിക്കുകയാണ്. സവാള നന്നായി വഴന്നു വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ആദ്യം ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തു. തേങ്ങ നന്നായി മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ആ പച്ചപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് സൂചി ഗോതമ്പ് ഉപ്പുമാവ്. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവർ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.